നടൻ മോഹൻലാൽ വീണ്ടും തൻ്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നു. മോളിവുഡിൽ മോഹൻലാലിനേക്കാൾ വലിയൊരു ക്രൗഡ് പുള്ളർ ഇല്ല എന്ന് വീണ്ടും വ്യക്തമാക്കിയിരിക്കുന്നു. ബോക്സ് ഓഫീസിൽ എത്രകാലം മുമ്പേ തെളിയിച്ചതാണ് മോഹൻലാൽ. ഓരോ ശ്രദ്ധേയമായ ചിത്രങ്ങൾ വരുമ്പോഴും ആരാധകർ ആർത്ത് വിളിക്കും. അതിനൊപ്പം തൻ്റെ പഴയ റെക്കോർഡുകൾ മോഹൻലാൽ തിരുത്താറുമുണ്ട്. ഇപ്പോഴിതാ ദൃശ്യം 3 റിലീസ് ചെയ്തിരിക്കുന്നു. തൻ്റെ ഏറ്റവും പുതിയ ഈ ചിത്രത്തിൻ്റെ കാര്യത്തിലും അത്തരത്തിലുള്ള തിരുത്തിക്കുറിക്കലുകൾ നടൻ മോഹൻലാൽ തുടങ്ങി വെച്ചു. മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനമായിരുന്ന കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയൊട്ടാകെ ആരാധകരുള്ള ഫ്രാഞ്ചൈസിയുടെ ആദ്യ ഭാഗം തിയേറ്ററിലെത്തിയത്. വലിയൊരു പ്രീ റിലീസ് ഹൈപ്പോടെയാണ് ചിത്രം വന്നത്. ഇത് മുന്നിൽ കണ്ട് 11 ദിവസം മുമ്പ് തന്നെ ആശീർവാദ് സിനിമാസ് അഡ്വാൻസ് ബുക്കിംഗും ആരംഭിച്ചിരുന്നു. വൻ ഓപ്പണിംഗാണ് ദൃശ്യം 3 ലഭിച്ചിരിക്കുന്നത്. പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിലൂടെ ആദ്യ ദിനം ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റ മലയാള ചിത്രം എന്ന റെക്കോർഡാണ് ദൃശ്യം 3 ഇതാ നേടിയിരിക്കുന്നത്. മോഹൻലാലിൻ്റെ തന്നെ തുടരും എന്ന വിഖ്യാത ചിത്രത്തിൻ്റെ പേരിലുള്ള റെക്കോർഡാണ് ഇത്. തുടരും റിലീസ് ദിനത്തിൽ 4.19 ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റിരുന്നതെങ്കിൽ ദൃശ്യം 3 അതിനെ മറികടന്ന് ബുക്ക് മൈ ഷോയിലൂടെ കഴിഞ്ഞ ദിവസം വെള്ളിയാഴ്ച വിറ്റത് 5.87 ലക്ഷം ടിക്കറ്റുകളാണ്. മൂന്നാം സ്ഥാനത്ത് മറ്റൊരു മോഹൻലാൽ ചിത്രം തന്നെ, അത് എമ്പുരാൻ. അത് 3.81 ലക്ഷം ടിക്കറ്റുകളാണ് ആദ്യ ദിനം വിറ്റ് തീർത്തത്. അങ്ങനെ ദൃശ്യം 3 എന്ന ഒരു മലയാള ചിത്രത്തിന് ഒരുപക്ഷെ ഇതുവരെ ലഭിക്കാത്ത തരത്തിലുള്ള റിലീസാണ് ലഭിച്ചിരിക്കുന്നത്. 67 രാജ്യങ്ങളിൽ ചിത്രം ആദ്യ ദിനം തന്നെ അപ്രപാളികളിലേക്ക് എത്തിയിരുന്നു. ബോളിവുഡ് ചിത്രങ്ങൾക്ക് പോലും ലഭിക്കാത്ത തരത്തിലുള്ള റിലീസിംഗാണിത്. അഡ്വാൻസ് ബുക്കിങ്ങിലും മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു ഇവിടങ്ങളിൽ. എന്തായാലും ദൃശ്യം 3 സ്വന്തം റെക്കോർഡുകൾ തിരുത്തിയ മോഹൻലാലിന് ഇതൊരു ചരിത്ര നേട്ടമാണ്. ഒരു കഥയുടെ തുടരെ ദൃശ്യം 1 തൊട്ട് പിന്നാലെ ദൃശ്യം 2, അതിൻ്റെ വിജയത്തിന് തൊട്ട് പിന്നാലെ ദൃശ്യം 3. ദൃശ്യം 2 കണ്ട പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെയാണ് ദൃശ്യം 3 വേണ്ടി കാത്തിരുന്നത്. അതിലെ തെളിവ് കൊടുക്കുമോ, അതോ ആദ്യത്തെ 2 ചിത്രങ്ങളിലേതുപോലെ തന്നെ മോഹൻലാലിൻ്റെ കഥാപാത്രം വളരെ കൃത്യമായി അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുമോ? എന്തായാലും പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കണ്ടവരൊക്കെ വീണ്ടും വീണ്ടും ചിത്രം കാണാൻ തിരക്ക് കൂട്ടുകയാണ്.